ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ നോക്കിക്കാണുന്നത്, അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്, നിങ്ങളുടെ എന്ത് ക്വാളിറ്റീസാണ് അവർ ഇഷ്ടപ്പെടുന്നത്, ഈ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളതൊന്ന് അറിയാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. സ്ട്രെസ്, ordinariness, existence, we are the world and laziness. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നല്ലതുപോലെ ഒരു മാനസിക സമ്മർദ്ദം ആവാം, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് കൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. ആ ഒരു രീതിയിൽ ഒരുപാട് ഒരു വീർപ്പുമുട്ടൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ്. എന്നാൽ നമ്മൾ കറൻലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പതിയെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. കാര്യം ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. എങ്ങനെയാണോ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. പക്ഷേ നിങ്ങളുടെ മൈൻഡ് സെറ്റിന് മാറ്റം വന്നിട്ടുണ്ടാവാം. നേരത്തെ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ഇത് തന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് പറയുന്നത് പോലെ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. കൂടുതലായിട്ട് ദുഃഖിക്കാനും അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദത്തിൽ പെടാനും നിങ്ങളില്ല, ഒന്നിനും ഇല്ലാത്തൊരവസ്ഥ. നത്തിങ് ഡൂയിങ് എന്ന് പറയുന്ന പോലെയുള്ളൊരു എനർജിയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ എവിടേക്കോ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാവാം. ഇത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതിനൊരു മാറ്റം സംഭവിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ ഹെൽപ്പ് ചെയ്യും, കറങ്ങി തിരിഞ്ഞ് കാര്യങ്ങളൊക്കെ ഓക്കെ ആവുന്നുള്ള ആ ഒരു വിശ്വാസത്തിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ശാന്തത വന്നിട്ടുള്ളത്. ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ളൊരു അപ്രോച്ചോ കാര്യങ്ങളിലേക്കോ വന്നിട്ടില്ല, പക്ഷെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ടും അവരുടെ കാര്യങ്ങൾക്ക് ഈ ഒരു സമയം ഫോക്കസ് ചെയ്യുന്നു, എന്നെ വേണ്ടത്ര മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു തോന്നലും നിങ്ങൾക്ക് ഉണ്ടായേക്കാം. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്ന് പറയുന്നത് പോലെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മനസ്സ് പാകപ്പെടുത്തി നിൽക്കുന്ന ആരുടെയൊക്കെയോ എനർജീസാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളത്. ചിലപ്പോൾ പാസ്റ്റിലൊക്കെ വേറെ പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള വ്യക്തിയായിരിക്കാം. അതിന് ചിലപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ അതുപോലെ തുടരുന്നുണ്ടാവാം. സിറ്റുവേഷനെ കുറിച്ച് അത്ര ഭയങ്കര നല്ലതാണെന്ന് പറയാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ പോലും എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു കാഴ്ചപ്പാടെന്നുള്ളത് നമുക്കറിയാം. Page of Swords, the Star, Seven of Wands, Two of Swords, the Sun, Ace of Coins, Ten of Cups, Seven of Swords, Six of Cups, Nine of Wands, Five of Cups,
Nine of Swords, Six of Coins, Two of Wands, Eight of Swords, and Knight of Wands. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ വളരെ ഒരു സിഗ്നിഫിക്കൻറ്റ് പേഴ്സൺ ആയിരുന്നു എന്നുള്ളത് അവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്. നിങ്ങൾക്ക് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇവർക്ക് ഒരുപാട് ഒരു ഇമോഷണൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണ്ടപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഒരു ഹീലിംഗ് നിങ്ങളിൽ നിന്ന് അനുഭവിച്ചറിയാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉള്ള സമയത്തായിരിക്കാം നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇനി അല്ലാന്നുണ്ടെങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനൊരു പരിഹാരം കാണിച്ചു കൊടുത്തത്, അല്ലാന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചത് നിങ്ങളായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം അവർക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾ ആ ഒരു ഹീലിംഗ് എനർജിയുള്ള പേഴ്സണാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും രണ്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് കാണാം. ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളവരെ പല കാര്യങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി ആയിട്ട് അവർ കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് അവർ കാണുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ചില സമയത്ത് ചിലപ്പോൾ ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡബിൾ മൈൻഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് ചില സാഹചര്യങ്ങളെയൊക്കെ സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു വ്യക്തി. ചിലപ്പോൾ സംശയിക്കേണ്ട കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓവർ തിങ്കിങ്ങോ കാര്യങ്ങളോ കൊണ്ട് സംശയത്തിൻ്റെ ആംഗിളിൽ തന്നെ നോക്കിക്കാണുന്ന ഒരു പേഴ്സൺ ആയിരുന്നിരിക്കാം. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള സാഹചര്യമായിട്ടുണ്ടാവാം. അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യത്തെ വളരെ സസ്പീഷ്യസ് ആയിട്ട് കാണുന്നു. പക്ഷെ അതിനകത്ത് അങ്ങനെ സസ്പീഷ്യസ് ആയിട്ട് കാണേണ്ട കാര്യമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അവിടെ ദേഷ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു 2 സൈഡും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യും. നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് സംരക്ഷിക്കും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പോകുന്ന ഒരു പേഴ്സണാണ്. എന്നാൽ നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. നിങ്ങൾ എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ടും ആ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ വളരെ ഡിഫെൻസീവായിട്ട് അവരോട് പെരുമാറുന്ന ഒരു പേഴ്സണായിട്ടും അവർ കാണുന്നുണ്ട്. അതായത് ആ ഒരു 2 മുഖങ്ങളാണ്. നിങ്ങളിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഏഹ്, സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളവർക്ക് ഒരു 100% കൊടുത്ത് ആത്മാർത്ഥതയോടെ ചേർത്ത് നിർത്തും എന്നുള്ളൊരു ആംഗിളിൽ നമുക്ക് കാണാം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നെഗറ്റിവിറ്റി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല ആ ഒരു പേഴ്സൺ, ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാനും നിങ്ങൾക്ക് മടിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവരോട് ആ ഒരു പഴയ സ്നേഹവും താല്പര്യമുണ്ട് എന്ന് വെച്ചിട്ട് അത് തുടർന്ന് കാണിക്കുന്ന ഒരു പേഴ്സൺ അല്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും നല്ല അറിവുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഒരു ഷാർപ്പ് മൈൻഡ് സെറ്റ് ഉള്ളൊരു വ്യക്തി. പെട്ടെന്ന് അങ്ങനെ ആർക്കും ഫൂളാക്കിയിട്ട് പോകാൻ പറ്റാത്തൊരു പേഴ്സൺ, അതായത് കുറച്ചൊരു കണ്ണിങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങളെന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൺ എനർജി കാണാം. നമുക്കിവിടെ ആ ഒരു സൺ ആൻഡ് സ്റ്റാർ രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു ഉത്തമ ബോധ്യമുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അത്രയും ഹാപ്പിനെസ്സിൽ പോയിട്ടുള്ള ഒന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ബന്ധത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ ഒരുപാട് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ നിങ്ങൾക്ക് മടിയില്ല. അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യാനും മടിയില്ലാത്ത ഒരു വ്യക്തിയാണെന്നുള്ളത്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിനാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഓർത്ത് വെച്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പാർട്ട്ണറിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. എപ്പോഴും ഹാപ്പി ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് തന്നെ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലി നിങ്ങൾ ചിലപ്പോൾ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കാര്യങ്ങൾ ഒരുപാട് ഇഷ്ടമായിരിക്കാം. അതിവിടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ അവരുടെ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളൊരു നിലയ്ക്ക് അവർ തീർച്ചയായിട്ടും നിങ്ങളെ കണ്ടിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവരുടെ ലൈഫിൽ വന്നത് അവരുടെ ഒരു ഭാഗ്യമാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഒരു എൻ്റെ ലൈഫിലേക്ക് ഒരു ലക്ക് ഫാക്ടറാണ് നിങ്ങൾ എന്നുള്ള ആ ഒരു രീതിയിൽ സംതിങ് പ്രഷ്യസ് നമ്മൾ പറയില്ലേ എന്ന് പറയുന്നത് പോലെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതവർ അവരുടെ മനസ്സിൽ ആ ഒരു കാര്യമുണ്ട് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ കാണാം. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലായിരിക്കാം, നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞു. 2 പേരും തമ്മിൽ അത്രയും നല്ലൊരു സ്വരച്ചേർച്ചയിലല്ല, ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ഒരു മിസ്റ്ററീസ് ഉള്ളതായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ഓപ്പൺ അപ്പ് അല്ല നിങ്ങൾ. ചിലപ്പോൾ നേരത്തെ അത്രയും നമ്മൾ പറഞ്ഞു ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയും സന്തോഷത്തോടെ പോയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ എന്തൊക്കെയോ ഒരു മിസ്റ്ററീസ് ഈ ഒരു പേഴ്സണ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുപോലെ ഉള്ളൊരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പം നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നമ്മളിവിടെ ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെ നോക്കി കാണുന്നുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ മൈൻഡിൽ സ്റ്റിൽ നിങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഏഹ്, അവരുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി കളയാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മുന്നേയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരുപാട് നാളുകളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. അല്ലാന്നുണ്ടെങ്കിൽ ചൈൽഡ്ഹുഡ് മുതൽ അറിയുന്ന വ്യക്തികളായിരിക്കാം. അങ്ങനെ ഒരു ഡീപ്പ് നോളേജ് ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് നൊസ്റ്റാൾജിക് മൊമെന്റ്സ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേണ്ട എന്ന് തീർത്തും ഒഴിവാക്കി വിടാൻ പറ്റാത്ത ഒരു ബന്ധമായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു സർവൈവർ ആണെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളെ ഇമോഷണലി തളർത്തി കളയുന്ന, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നൊന്നും റിക്കവർ ചെയ്ത് വരാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അതൊക്കെ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ഒരു സർവൈവർ എന്ന് പറഞ്ഞത്. ചിലപ്പോൾ വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അടിപതറിപ്പോവും. പക്ഷെ നിങ്ങളതെല്ലാം ധൈര്യപൂർവ്വം ഓവർകം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് സങ്കടം നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ സങ്കടം, വിഷമം, അല്ലെങ്കിൽ ഡിപ്രഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്തോറും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷെ ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർക്ക് ഇതിനൊരു മോചനം ഇല്ല എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നം, ഒരു ബുദ്ധിമുട്ട്, കാര്യങ്ങളൊക്കെ ലൈഫിൽ വരുമ്പോൾ കഷ്ടപ്പെട്ടത് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയിൽ വീണ്ടും അടുത്തൊരു കാര്യം വന്ന് തലയിൽ വീഴുക. വീണ്ടും അവിടെ നിന്ന് കയറി വരാനായിട്ട് ശ്രമിക്കുമ്പോൾ അടുത്തൊരു കാര്യം റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് പോലും തോന്നും ഒരു സന്തോഷമില്ല, എൻ്റെ ലൈഫ് മുഴുവൻ ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. അത് ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ഒരു പ്രശ്നമൊക്കെ ആൾക്കാർ തരണം ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ തളർന്നു പോകുന്നവർ, അല്ലെങ്കിൽ മാനസികമായിട്ട് പിന്നീട് ഉയരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളതെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ. അങ്ങനെയുള്ള ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അവർ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു വളരെ ഒരു സ്ട്രോങ് ആൻഡ് ബോൾഡ് ക്വാളിറ്റി ആയിട്ട് ഈ ഒരു വ്യക്തി നോക്കി കാണുന്നുണ്ടെന്നുള്ളതാണ്. അതുകൂടി കൊണ്ടാണ് ഇവിടെ ഒരു സർവൈവർ ആണ്. നിങ്ങളിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ലൈഫിൽ ആ ഒരു പ്രതിസന്ധിയിലൊക്കെ കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അവർ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പുറമെ ചിരിച്ച് വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിഷമമൊന്നും ആരെ അറിയിക്കാതെ നിങ്ങൾ നടക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. മാത്രമല്ല നിങ്ങളുടെ ലൈഫ് നിങ്ങൾ അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പേഴ്സണായിട്ട് ഇവർ കാണുന്നുണ്ട്. നിങ്ങൾ വളരെ ഒരു കൈൻഡ് ഹാർട്ടഡ് ആണെന്നുള്ളതും ഇവർ നിങ്ങളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മനസ്സാന്നിധ്യമുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ഇപ്പോൾ ആരെങ്കിലും വന്നൊരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നോ പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അത് നമുക്കിവിടെ കാണാം. മാത്രമല്ല വളരെ ഒരു ഡിറ്റർമിൻഡ് വ്യക്തിയാണ് നിങ്ങൾ. ഇവിടെ പറഞ്ഞ പോലെ ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്ത് ലൈഫിൽ വന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്. നിങ്ങളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കാനായിട്ടൊക്കെ നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്ന ഒരു പേഴ്സണാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കാര്യങ്ങൾ ഇട്ടിട്ട് പോകുന്നൊരു വ്യക്തിയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് കാൽക്കുലേഷനുള്ള, അല്ലെങ്കിൽ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തന്നെ ഇവർ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ തകർന്നു പോയിട്ടുള്ളതും റിലേഷൻഷിപ്പിൻ്റെ ബേസിസിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ൻ്റെ മുന്നിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ആകെ മൊത്തം ഇമോഷൻസ് ഡൗൺ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്വയം തടവറയിൽ പെടുന്ന ഒരവസ്ഥ, നമ്മൾ പറഞ്ഞാണ് ഒരു സംശയദൃഷ്ടിയോട് കൂടി നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും ആ ഒരു ഡബിൾ മൈൻഡ് സെറ്റിൽ പോവുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ഡ്രോബാക്കാണ്, അല്ലെങ്കിൽ നിങ്ങളെ തളർത്തിക്കളയുന്നത് അങ്ങനെയുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി മൈൻഡ് വിഷമിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയാണെന്നുള്ളൊരു കാര്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ
മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരുപാട് ഹാപ്പിനെസ് കൊടുക്കാൻ, മറ്റുള്ളവരെ ഹാപ്പിയാക്കി വെക്കാൻ, അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങളുടെ ദുഃഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഹൈഡിങ്ങിൽ കൊണ്ടുപോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ആരോട് ഇതൊന്നും ഓപ്പൺ ആയിട്ട് പറയാൻ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവണമെന്നില്ല. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തൂസിയാസ്റ്റിക്, ചാമിങ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ എന്നുള്ളത് തന്നെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. പിന്നെ മറ്റ് 1, 2 കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമായിരിക്കാം. നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് ആ ഒരു കൈൻഡ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ചിലപ്പോൾ പെട്ടെന്ന് ഹേർട്ട് ആവുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ മാനസിക ദുഃഖമൊക്കെ തരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. കാരണം ചിലവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകളയും. പക്ഷെ നിങ്ങളങ്ങനെ പെട്ടെന്ന് ഈസിലി വിട്ടുകളയുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഓവറോൾ ആയിട്ട് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് നോക്കിക്കാണുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ നിങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ചിലപ്പോൾ പാസ്റ്റിൽ വേറെ തരത്തിലായിരുന്നിരിക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി പോസിറ്റീവായിരിക്കാം, നെഗറ്റീവായിരിക്കാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. കറൻറ്റ്ലി ഈ ഒരു പേഴ്സൺ ഇങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്താണെങ്കിലും അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് റോൾ ഉള്ളതായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതായിട്ടൊക്കെ അവർ കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ അതും അവർക്കറിയുന്നൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 10, നമ്പർ 17 ആൻഡ് നമ്പർ 19. ഇനി ഇതുപോലെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ജെമിനായി, വിർഗോ, അക്വേറിയസ് ആൻഡ് ലിയോ. ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതലും നിങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ മാറി നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, നിങ്ങൾ യൂണിവേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണെന്നുള്ളത് സിറ്റുവേഷൻ എനർജിയിൽ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.